US ഇസ്രായേൽ ആക്രമണം, ഇറാനെതിരെയുള്ള യുദ്ധം മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിൽ പുതിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. യുദ്ധം ഇനിയും നീണ്ടുപോയാൽ ഇസ്രായേലിനെ കാത്തു നിൽക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. അവർ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുന്നത് ഇറാൻ അയക്കുന്ന മിസൈലുകൾ നിഷ്പ്രഭമാക്കാൻ. അവരുടെ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇസ്രായേലിനെ ഏറ്റവും വലിയ കരുത്തുറ്റ രാഷ്ട്രമാക്കുന്നത്. എല്ലാ മിസൈൽ ആക്രമണങ്ങളെയും തടയാനുള്ള സംവിധാനം ഇസ്രായേലിൻ്റെ കൈവശമുണ്ട്. അവയെ പറയുന്ന പേര് ഇൻ്റർസെപ്റ്റർ എന്നാണ്. ഇൻ്റർസെപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ അയക്കുന്ന മിസൈലുകളെ നിഷ്പ്രഭമാക്കുന്നത്. ഇൻ്റർസെപ്റ്ററുകൾ എപ്പോഴും പ്രതിരോധ സജ്ജമാണ്. മിസൈലുകൾ വരുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും പ്രതിരോധിക്കാനും ഇത്തരം ഇൻ്റർസെപ്റ്ററുകൾക്ക് സാധിക്കും. ഇനിയും യുദ്ധം നീണ്ടുപോയാൽ ഇൻ്റർസെപ്റ്ററുകളുടെ ഷോർട്ടേജ് വരും. അതിൻ്റെ സ്റ്റോക്ക് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി ഇസ്രായേൽ US-നെ അറിയിച്ചിരിക്കുകയാണ്. ഇൻ്റർസെപ്റ്ററുകളുടെ ഷോർട്ടേജ് പെൻറ്റഗൺ ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇറാനുമായുണ്ടായ യുദ്ധത്തിൽ തന്നെ ഇസ്രായേൽ ഗണ്യമായ ഇൻ്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നു. ഇത് വ്യക്തമായി പെൻറ്റഗൺ അറിയാം. പെൻറ്റഗൺ തന്നെ താഡിലെ ഇൻ്റർസെപ്റ്ററുകൾ കഴിഞ്ഞ യുദ്ധത്തിൽ 12 ഡേ വാറിൽ ഏതാണ്ട് 150 ഇൻ്റർസെപ്റ്ററുകൾ താഡിൽ നിന്ന് ഉപയോഗിച്ചിരുന്നു. 150. താഡിൻ്റെ ഒട്ടാകെയുള്ള ഇൻവെൻ്ററി ഘട്ടത്തിലുള്ള ഇൻ്റർസെപ്റ്ററുകളിൽ 1/4 കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചിരുന്നു. ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ $2.4 ബില്യൺ ഇൻ്റർസെപ്റ്ററുകൾക്ക് ചിലവഴിച്ച് കഴിഞ്ഞു. ഇൻ്റർസെപ്റ്ററുകളുടെ അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമാകെ തകരും. അപകടകരമായ സ്ഥിതിയിലേക്കാണ് ഇസ്രായേൽ പോകുന്നത്. പെൻറ്റഗൺ ഒഫീഷ്യൽസിന് ഇക്കാര്യം നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ യുദ്ധത്തിന് പോകരുത് എന്ന് താക്കീത് നൽകിയത്. തുടങ്ങാൻ എളുപ്പവും അവസാനിപ്പിക്കാൻ പ്രയാസമേറിയതുമാണ് യുദ്ധം എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2 വ്യക്തികളുടെ താൽപ്പര്യം മാത്രമാണ് ഈ യുദ്ധത്തിൻ്റെ പ്രേരകം. അവർ മാത്രമാണ് ഈ ദുരന്തത്തിൻ്റെ കാരണക്കാർ. ട്രംപും നെതന്യാഹുവും. കാലത്തോടും ലോകത്തോടും ചരിത്രത്തോടും ആ 2 ദുഷ്ടശക്തികൾ മാപ്പ് പറയേണ്ടി വരും.